ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ദീപ്തി വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഖത്തറിലെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലും. ഇപ്പോൾ ഖത്തറിലാണല്ലോ ഉള്ളത്, അപ്പോൾ പിന്നെ ഖത്തർ വിശേഷങ്ങൾ തന്നെയാണ്. പുതിയ രണ്ട് സ്ഥലങ്ങളെക്കുറിച്ച് തന്നെയാണ്. പുതിയ രണ്ട് സ്ഥലങ്ങളല്ല, നമ്മൾ മുൻപ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലുള്ള രണ്ട് സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾക്ക് നിർദ്ദേശങ്ങളും കമൻസും ഒരുപാട് സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ആരും ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും തീർച്ചയായിട്ടും പറയേണ്ടതാണ്. നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഖത്തറിലെ ലുസൈൽ ബോളിവുഡിൽ പോയ ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ലുസൈലിൽ ഇത് മാത്രമല്ല വേറെയും ഒരുപാട് കാഴ്ചകളുണ്ടെന്ന്. അതിലൊന്നാണ് കേട്ടോ ഈ വെൻറ്റോ മാൾ എന്ന് പറഞ്ഞ ഈ സ്ഥലം. ലുസൈൽ സിറ്റിയിലെ കോടിക്കണക്കിന് ഖത്തർ റിയാലുകൾ ആസ്തിയുള്ള ഒരു മോളാണ് കേട്ടോ ഈ വെൻറ്റോ മാൾ. ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് പണ്ട് ടൂർ പോയപ്പോൾ കണ്ട മൈസൂർ പാലസാണ്. 11,50,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഇവിടെ മുഴുവൻ പലതരത്തിലുള്ള ബ്രാൻഡഡ് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് ഉള്ളത്. അതുമാത്രമല്ല പഞ്ചനക്ഷത്ര ഹോട്ടലുകളുണ്ട് കേട്ടോ. ലുസൈൽ സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്ന പ്ലേസാണ് ഈ വെൻഡോ. ഒരുപാട് വിനോദസഞ്ചാരികളുടെയും ഫാഷൻ പ്രേമികളുടെയും ആകർഷക കേന്ദ്രമാണിത്. ഈ പ്ലേസ് ഓഫ് വെൻഡോമിൻ്റെ മധ്യഭാഗത്ത് തന്നെ കടലിൽ നിന്ന് നേരിട്ട് ഒഴുകി വരുന്ന ഒരു കനാൽ കൂടിയുണ്ട്. ഈ മാളിൻ്റെ ഒത്ത മധ്യത്തിലായിട്ടുള്ള ജലാശയത്തിലെ വൈകിട്ട് 5 മണി മുതൽ രാത്രി 11 മണി വരെ 1 മണിക്കൂർ ഇടവിട്ടിട്ട് ഫൗണ്ടൈൻ ഷോസും ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. അതിമനോഹരമായ വാസ്തുവിദ്യം കൊണ്ടും സമ്പന്നം തന്നെയാണ് ഈ വെൻറ്റോ മോൾ. ഖത്തറിലെ ഏറ്റവും വലിയ പാർക്കുകളിൽ ഒന്നായിട്ടുള്ള ഖത്താറ പാർക്കാണ് കേട്ടോ ഇത്. ഇതിനു മുൻപ് ഞാൻ ചെറിയൊരു വീഡിയോ ഇതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കുന്നുകളൊക്കെ മനുഷ്യനിർമ്മിതമാണ് എന്നുള്ളത്. അതെ, അത് മനുഷ്യനിർമ്മിതം തന്നെയാണ്. പക്ഷേ അത് വളരെയധികം പച്ചപ്പും അതുപോലെ പലതരത്തിലുള്ള സസ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് പറയുന്നത് പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മരങ്ങളും സസ്യങ്ങളുമാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർ നട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആ പാർക്കിലുള്ള പല വൃക്ഷങ്ങളിലും നോക്കിയാൽ അറിയാം അവിടെ അതിൻ്റെ സൈഡിലായിട്ട് പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ വൃക്ഷങ്ങളുടെയും. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പാല, ഒരുപാട് പാലപ്പൂക്കൾ നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ടുണ്ട് 2-3 പാലപ്പൂക്കൾ. നല്ല സുഗന്ധമുള്ള നമ്മുടെ നാട്ടിലെ പാലകൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതിൻ്റെ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഏറ്റവും മുകളിൽ ഒരു കുന്ന് പോലെയാണ്. അതിൻ്റെ മുകളിൽ പോയി നിന്ന് നോക്കിയാൽ ലുസൈൽ സിറ്റി മുഴുവൻ കാണാൻ സാധിക്കും. ഇവിടുത്തെ സൗന്ദര്യം ഏറ്റവും അധികം ആസ്വദിക്കാൻ സാധിക്കുന്നത് സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും തന്നെയാണ്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ ഖത്താറ കൾച്ചറൽ വില്ലേജ്, ഖത്താറ ബീച്ച്, സമീപ പ്രദേശങ്ങൾ എന്നൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുള്ളതാണ് ഖത്താറ വില്ലേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ.